ഹായ് മക്കളെ, അങ്ങനെ കാത്തിരുന്ന എക്സാമിന് വെറും 12 ദിവസം മുൻപായിട്ട് +1 ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. ഓർക്കനെ വെറും 12 ദിവസം മാത്രമേ ഉള്ളൂ. ടൈം ടേബിൾ നമുക്ക് നല്ലൊരു പണി തന്ന പോലെയാണ് നമുക്ക് അനലൈസ് ചെയ്താൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. ഗവൺമെന്റ് മെസ്സേജ് ഈ അവസാനം 12 ദിവസത്തിലാണ് ഈ ഒരു ടൈം ടേബിൾ വന്നിരിക്കുന്നത്. 9-ാം തീയതി എക്സാം ഉണ്ടായിരിക്കുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് എക്സാം ഉണ്ടായിരിക്കുക എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ടൈം ടേബിൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കുറച്ച് നമുക്കിട്ട് പണിത പോലെയായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടായിരിക്കുക. പക്ഷേ എങ്ങനെയുള്ള ടൈം ടേബിൾ ആണെങ്കിലും ശരി, കൃത്യമായിട്ട് നിങ്ങളെ അതിന് തയ്യാറെടുപ്പിക്കുക, അതായത് എക്സാമിന് നിങ്ങളെ തയ്യാറെടുപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് നമ്മൾ ചെയ്യും. അതിനാൽ തന്നെ സൈലത്തിന്റെ ക്ലാസ് കാണുന്ന ഒരു വിദ്യാർത്ഥിയും ഒരു കാരണവശാൽ ഈ ടൈം ടേബിൾ കണ്ട് ടെൻഷൻ ആവരുത്. ഇത് വിദ്യാർത്ഥികളോട് ചെയ്ത കൊടും ചതിയാണ് എന്നുള്ള രീതിക്കൊക്കെ അതൊന്നും പറയാനായിട്ട് എന്നെ കിട്ടത്തില്ല. അതിഗംഭീരമായി നമ്മൾ ടൈം ടേബിൾ എങ്ങനെയാണെങ്കിലും ശരി, ഏത് ടൈമിൽ ഏത് എക്സാം വെച്ചാലും ശരി, മക്കളെ നിങ്ങളെ എല്ലാവരെയും തയ്യാറാക്കേണ്ടത് സൈലത്തിന്റെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന ഗണത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അത് കൃത്യമായി നിറവേറ്റുക തന്നെ ചെയ്യും. സൈലത്തിന്റെ ക്ലാസ് കാണുന്ന ഒരാൾ തന്നെ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. എങ്കിൽ തന്നെ നമ്മുടെ ഈ +1 ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. ഓരോ സമയങ്ങളിലും എപ്പോഴേക്കും എക്സാം എന്നുള്ളതും ഏതൊക്കെ ദിവസങ്ങളിൽ എക്സാം എന്നുള്ളതും ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് സമയം മാറ്റി വെക്കുന്നത് എന്നീ കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുമ്മാ ഈ ദിവസം എക്സാം, ഓക്കെ ഈ ദിവസം എക്സാം ഇല്ല, അങ്ങനെ മനസ്സിലാക്കി വെക്കുന്നതല്ല. ഈ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് ഇനി പഠിച്ചു കൊണ്ടുപോകാനായിട്ട് നിലവിൽ നമ്മൾ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് അതിഗംഭീരമായി കൊണ്ടുപോകുന്നുണ്ട്. അനുസരിച്ച് 3 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ഉണ്ടായിരിക്കും. മാരത്തോൺ ലൈവുകളെല്ലാം ഉണ്ടായിരിക്കും. കൃത്യമായി ഫോളോ ചെയ്യുക. അതിഗംഭീരമായി നമുക്ക് എല്ലാവർക്കും എക്സാം എഴുതാം. ഓർക്കുക, ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറോട് കൂടെ എഴുതാൻ പോകുന്ന +1 സയൻസ് വിദ്യാർത്ഥികളുടെ ആദ്യത്തെ എക്സാം ആണ്. അതിനാൽ തന്നെ ഈ എക്സാമിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ ലക്ഷക്കണക്കിന് 1.5 ലക്ഷം വിദ്യാർത്ഥികൾ 1.25 ലക്ഷം വിദ്യാർത്ഥികൾ ഒരുമിച്ച് മാറ്റിവെക്കാൻ പോകുന്ന എക്സാമാണ്. അതിനാൽ തന്നെ ഇതിന്റെ റിസൾട്ട് നിങ്ങളും നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം കാത്തിരിക്കുന്ന റിസൾട്ട് ആയിരിക്കും. +1 സയൻസ് എടുത്തത് വെറുതെയാണോ അല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പോകുന്നത് ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. ഫുൾ മാർക്ക് നേടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയാൻ പോകുന്നത് ഈ എക്സാമിന് ശേഷം. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എക്സാമിന് ശേഷം കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നുള്ള കാര്യം 100% ഉറപ്പുണ്ട്. ടൈം ടേബിൾ കിടക്കാം. ഞാൻ പറഞ്ഞ വല്ലത് മനസ്സിലായി നിങ്ങൾക്ക് ഒന്ന് സ്ലോ ആയിട്ടൊന്ന് കണ്ടു നോക്കുക, സെറ്റ് ആയിരിക്കും. ഓക്കെ, കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്, അല്ല നിങ്ങളെ തളർത്താനല്ല. 9-ാം തീയതി നമ്മുടെ എക്സാം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും നമുക്ക് ഉച്ചയ്ക്കാണ് എക്സാം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 1:30 എക്സാം. അതിന് മുൻപ് തന്നെ എല്ലാവരും സ്കൂളിലും ക്ലാസ്സിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 9, 10, 11, 12 ആദ്യത്തെ 4 ദിവസങ്ങളിൽ പൊന്നു മക്കളെ അടുപ്പിച്ച് എക്സാം ആണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. +2 വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ തന്നെ ആദ്യം 4 ദിവസം പൊളിച്ചെടുക്കണം. ആദ്യം സെക്കൻഡ് ലാംഗ്വേജ് തുടങ്ങുന്നു. ഗംഭീരമായിട്ട് ഐശ്വര്യമായിട്ട് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് തുടങ്ങും. വളരെ റിലാക്സ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. എല്ലാവർക്കും ഫുൾ മാർക്ക് മാക്സിമം കിട്ടുന്ന ഒരു എക്സാമാണ്. അതിനുശേഷം ഇംഗ്ലീഷിന്റെ എക്സാം ആയിരിക്കും. തീർച്ചയായും അത് മാക്സിമം നമുക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാം. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ പെയിൻ സബ്ജക്റ്റിലോട്ട് ഇറങ്ങുന്നുണ്ട്. കെമിസ്ട്രി മാത്സുമാണ്. നോക്കണേ, നിങ്ങൾ പ്രധാനപ്പെട്ടുള്ള കെമിസ്ട്രി മാത്സും ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 10-ാം തീയതി ഇംഗ്ലീഷ് എക്സാം എഴുതി കഴിഞ്ഞ് വന്നാൽ ഉച്ചയ്ക്ക് എഴുതി കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരവും തൊട്ട ദിവസം രാവിലെയും മാത്രമേ നമുക്ക് പഠിക്കാൻ സമയമുള്ളൂ. കെമിസ്ട്രി എക്സാം എഴുതി കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെയും മാത്രമേ നമുക്ക് മാത്സ് പഠിക്കാൻ സമയമുള്ളൂ. മാത്സും കെമിസ്ട്രിയും പഠിക്കുവാൻ വേണ്ടിയുള്ള ഈ സമയം നമ്മൾ കൃത്യമായിട്ട് അതിന് മുന്നേ ദിവസങ്ങളിലൊക്കെ പഠിച്ച് സെറ്റാക്കി വെച്ചാൽ മാത്രമേ ഈ സമയത്ത് വളരെ കൂളായിട്ട് എക്സാം എഴുതാൻ സാധിക്കുള്ളൂ. ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസമേ ഗ്യാപ്പുള്ളൂ, ഇങ്ങനെയാണോ ടൈം ടേബിൾ ഇടുക എന്ന് പറഞ്ഞ് മറ്റാരെയും കുറ്റം പറയാനോ വഴിചാരാനോ ഇതിന് വിദ്യാർത്ഥികളുള്ള ചതിയാണെന്നൊന്നും പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ടൈം ടേബിൾ വന്നു, ഓക്കെ ശരി, ഇതിനനുസരിച്ച് എങ്ങനെ പഠിച്ച് മുന്നേറാം, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്ന ഐഡിയയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഏതൊരു പ്രശ്നത്തെയും നമ്മൾ എന്ത് ചെയ്യുക, അടുത്തിൽ വെച്ച് നോക്കാതെ കുറച്ച് ദൂരെ ഒന്ന് മാറ്റി വെച്ച് നോക്കുക. സൊല്യൂഷൻ നമുക്ക് കിട്ടും. വളരെ ചെറുതായി തോന്നും ആ പ്രോബ്ലം തന്നെ. ഈ പ്രോബ്ലമൊക്കെ വളരെ ഈസി നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ. നമ്മൾ ടൈം ടേബിളിലെ പ്രശ്നം പറഞ്ഞ് പഴിചാരി നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് പറ്റാതെ വരുന്ന സമയങ്ങളിൽ മറ്റൊരാളെ പഴിചാരി എന്നുള്ളത്. ഒരാളെ നമുക്ക് പരിചയമുണ്ട്. ടൈം ടേബിൾ വന്ന് ഓക്കെ റെഡി, ഇതിനനുസരിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഫുൾ മാർക്ക് നേടാം, ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായി സൈലത്തിനോടൊപ്പം നിൽക്കുക, പൊളിച്ചെടുക്കുക നമുക്ക് എല്ലാവർക്കും. ഓക്കെ റെഡി. അപ്പോൾ 12-ാം തീയതി നോക്കണേ മക്കളെ, നിങ്ങൾ വ്യാഴാഴ്ച മാത്സ് സമയത്ത് എഴുതി കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്ന് പറയുന്ന അടുത്ത 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ 16-ാം തീയതി വരെ ലീവാണ്. ആ ലീവുള്ള ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും ബയോ സയൻസ് വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ട് അവരുടെ പ്രധാന സബ്ജക്റ്റുകൾ പഠിക്കുവാനും 2 പേർക്കും ഫിസിക്സ് പഠിക്കുവാനും ഒരുപാട് സമയമുണ്ട്. ഫിസിക്സ് ഒരുപാട് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൃത്യമായി ഈ ഗ്യാപ്പ് നല്ലപോലെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഫിസിക്സിനെ മുഴുവൻ ചാപ്റ്റർ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ നമുക്ക്. ഓക്കെ, അതിന് മുൻപ് തന്നെ കെമിസ്ട്രിയുടെ മാത്സിൻ്റെയൊക്കെ എക്സാമിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സെറ്റാക്കിയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഗംഭീരമായി എഴുതുക തന്നെ ചെയ്യും. നിങ്ങൾ എഴുതിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിന് തന്നെ ഫിസിക്സും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ എല്ലാവരും ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ടതില്ല. 19-ാം തീയതി എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ആൻസർ ഷീറ്റും കിട്ടിക്കഴിഞ്ഞാൽ പുഞ്ചിരിയായിരിക്കും ഉണ്ടായിരിക്കുക. ഗംഭീരമായി നിങ്ങൾ എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. തീർച്ചയായും ഒരു പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ രീതിക്ക് ആയിരിക്കില്ല നിങ്ങൾക്ക് ടൈം ടേബിൾ കണ്ടപ്പോൾ പെട്ടെന്നുണ്ടായിരിക്കുക ആ മാനസികാവസ്ഥ. നിങ്ങൾക്ക് ടൈം ടേബിൾ കണ്ടപ്പോൾ എന്താണ് തോന്നി എന്നുള്ളതും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന പല ആളുകളും ആ കമൻറ്റ് വായിക്കുമ്പോൾ അവർ മാക്സിമം നിങ്ങളുടെ കമൻറ്റിനൊക്കെ ലൈക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടൈം ടേബിൾ കാണുമ്പോഴുള്ള അഭിപ്രായം എന്നുള്ളതും ഈ വീഡിയോ കണ്ടപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ടാൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്ന കാര്യമെല്ലാം നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നെങ്കിൽ ഉറപ്പാണ് മക്കളെ, നമ്മൾ ഈ ക്രിസ്മസ് എക്സാമും തകർക്കും, അതിനുശേഷം വരാമെന്ന മോറൽ എക്സാമും തകർക്കും, അതിനുശേഷമുള്ള പബ്ലിക് എക്സാമും പൊളിച്ചടുക്ക് കൃത്യമായ ടൈം ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. ഉഷാറാക്കാം നമുക്ക്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.